ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ യാൺ ടു മാസ്റ്റർ പീസ്. ഇത് ഞാൻ നമ്മുടെ മാസ്റ്റർ പീസായിട്ടായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ക്രോഷ്യ ഫ്ലവർ ബൊക്കേറ്റ് വിത്ത് റിംഗ് ഹോൾഡർ. വളരെ എളുപ്പമുള്ളൊരു പാറ്റേൺ ആട്ടോ. ഫസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ സ്റ്റിച്ചസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം ഈ ഒരു പാറ്റേൺ നോക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. വളരെ എളുപ്പമാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഗംഗ ഡിസയർ യാണാണ്. ക്രോഷ്യ ഹുക്ക് സൈസ് 3 മില്ലിമീറ്റർ. പിന്നെ നമുക്കൊരു സിസേഴ്സ് വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ആൻഡ് ഓൾസോ കുറച്ച് ലിറ്റിൽ ഫൈബർ ഫില്ലിങ് വേണം. ഈ ഒരു പാർട്ടിലും ഇതിൻ്റെ ഉള്ളിലും വെക്കാനായിട്ട് വളരെ കുറച്ചായിട്ട് ഒരു ഫൈബർ ഫില്ലിങ്. പിന്നെ ബ്ലൂ യാൺ, വൈറ്റ് യാൺ, പിങ്ക് യാൺ ആൻഡ് ഗ്രീൻ യാൺ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ. സോ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു മാജിക് സർക്കിളാണ് ഇടുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. ചെയിൻ 1. ഇനി മാജിക് സർക്കിളിൻ്റെ ഉള്ളിൽ 6 സിംഗിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, 4, 5 ആൻഡ് 6. ഇനി നമുക്കിതങ്ങ് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് 2 ചെയ്യാനായിട്ട് ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നില്ല, ഡയറക്റ്റ് റൗണ്ട് 1 ഇങ്ങനെ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലോട്ട് റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാണ്. കണ്ടോ, ഇതേപോലെ സിംഗിൾ ക്രോഷ്യ 1. നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാവില്ല എവിടെയാണിത് തീരുന്നതെന്ന്. സെയിം സ്റ്റിച്ചിൽ തന്നെ 1 മോർ സിംഗിൾ ക്രോഷ്യ 2, അതായത് നമ്മുടെ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. സെക്കൻഡ് 1 അഗെയിൻ സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സെയിം സ്പേസിൽ തന്നെ 1 മോർ സിംഗിൾ ക്രോഷ്യ. തേർഡ് 1 അഗെയിൻ ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് 2. ഫോർത്ത് 1 ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് 2. ഫിഫ്ത്ത് 1 ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് 2. ആൻഡ് ലാസ്റ്റ് സ്റ്റിച്ച് സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് 2. നെക്സ്റ്റ് റൗണ്ട് 3 ചെയ്യാനായിട്ട് ഫസ്റ്റ് 1 1 സിംഗിൾ ക്രോഷ്യ, സ്റ്റിച്ച് മാർക്കർ ഇടണം കേട്ടോ. സെക്കൻഡ് 1 ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. തേർഡ് 1 1 സിംഗിൾ ക്രോഷ്യ. ഫോർത്ത് 1 ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. 1 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ്, അങ്ങനെ ടോട്ടൽ 6 ടൈംസ് ചെയ്യണം കേട്ടോ. ഫൈവ് ടൈംസ് കഴിഞ്ഞു. 6th 1 ലാസ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് 1 ഇൻക്രീസ്. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. റൗണ്ട് 4. ഫസ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ. സെക്കൻഡ് 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് തേർഡ് 1 ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. നെക്സ്റ്റ് 1 ആൻഡ് നെക്സ്റ്റ് 1 നെക്സ്റ്റ് 1 ഇൻക്രീസ്, സെയിം സ്പേസിൽ തന്നെ 1 മോർ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുൾ ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ. സെക്കൻഡ് 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് തേർഡ് 1 മോർ സിംഗിൾ ക്രോഷ്യ. ഫോർത്ത് 1 ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ
2. Again next 3 stitches ഓരോ സിംഗിൾ ക്രോഷ്യ. ഫോർത്ത് വൺ again increase. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ടും അഗെയിൻ ഇൻക്രീസ് തന്നെയാണ്. ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യേസ് ചെയ്യാം. 1 2 3 and 4. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. again next 4 stitches ഓരോ സിംഗിൾ ക്രോഷ്യ. next one increase, increase. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. 4 സിംഗിൾ ക്രോഷ്യ ആൻഡ് 1 ഇൻക്രീസ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഈ ഒരു റൗണ്ടോട് കൂടി നമ്മുടെ ടോപ്പ് പാർട്ട് ഫിനിഷായി. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യുക. യാൺ കട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു ചെയിൻ എടുത്ത് നമ്മുടെ യാൺ സെക്യൂർ ചെയ്യാം. അപ്പോൾ നമ്മുടെ റിംഗ് ഹോൾഡറിൻ്റെ ടോപ്പ് പാർട്ട് ഫിനിഷായി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ബോഡി സ്റ്റാർട്ട് ചെയ്യാണ്. ബോഡി ചെയ്യാനായിട്ട് അഗെയിൻ ഒരു മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1, 6 സിംഗിൾ ക്രോഷ്യേസ്. സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 and 6. ക്ലോസ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം increase single crochet 1 and single crochet 2 same spaceൽ total 6 increase ഉണ്ട്, അതായത് 12 stitches. second one will increase single crochet 1 and single crochet 2. third one will increase. fourth one will increase. fifth one will increase and sixth one will increase. next round 3 start ചെയ്യാം. round 3 ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് 1 ഇൻക്രീസ്. ഈ ഒരു റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. ഇനി നമ്മൾ ഇവിടെ എത്തുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമുക്ക് ഫിനിഷ് ചെയ്യണം. ഇത്ര നേരം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിരുന്നില്ല. ഈ ഒരു റൗണ്ട് എത്തുമ്പോൾ ചെയ്യണം. കാരണം നമ്മൾ നെക്സ്റ്റ് റൗണ്ട് ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യ ആണ്. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ 2. ഇനി നമ്മൾ ഇതിൽ നോക്കിയാൽ അറിയാം, ഇതിൽ 2 ലൂപ്സ് ഉണ്ട്. ഇത് ഫ്രണ്ട് ലൂപ്പ്, ഈ ഒരു പാർട്ട് ഫ്രണ്ട് ലൂപ്പ്, ഈ ഒരു പാർട്ട് ബാക്ക് ലൂപ്പ്. ഈ ബാക്ക് ലൂപ്പിൽ മാത്രം എടുത്ത് നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓരോ ബാക്ക് ലൂപ്പിലും ഓരോ ഡബിൾ ക്രോഷ്യ. നമ്മൾ ഇത്ര നേരം ചെയ്ത് സിംഗിൾ ക്രോഷ്യ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഡബിൾ ക്രോഷ്യ ആണ്. അങ്ങനെ ടോട്ടൽ 18 ഡബിൾ ക്രോഷ്യേസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. ബാക്ക് ലൂപ്പ് ഓൺലി, ഓരോ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യേസ്. ഞാനിപ്പോൾ ഈ റൗണ്ടിന് എൻഡിലെത്തി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 ചെയിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ സെക്കൻഡ് ചെയിനിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 2. നെക്സ്റ്റ് റൗണ്ട് ഡിക്രീസ് ആണ്. ഡബിൾ ക്രോഷ്യ ഡിക്രീസ്, യാൺ ഓവർ. ഫസ്റ്റ് 2 ചെയിനിൽ കൂടെ കടത്തിയെടുക്കാം. ഇത് ക്ലോസ് ചെയ്യരുത്. എഗെയിൻ യാൺ ഓവർ. നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് യാൺ ഓവർ. ഫസ്റ്റ് 2 ലൂപ്സിൽ കൂടെ കടത്തിയെടുക്കാം. എഗെയിൻ യാൺ ഓവർ.
റിമൈനിങ് 3 ലൂപ്സിൽ കൂടെ കടത്തിയെടുക്കാം. ഇതാണ് ഡബിൾ ക്രോഷ്യ ഡിക്രീസ്. നമുക്കിത് ഇത്തിരി കൺഫ്യൂസ്ഡ് ആണെന്ന് എനിക്കറിയാം. നമ്മളിത് നല്ലോണം ചെയ്ത് സ്റ്റിച്ചസ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ അമിഗുരുമി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും അത് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അഗെയിൻ ഡബിൾ ക്രോഷ്യ ഡിക്രീസ്, അങ്ങനെ ടോട്ടൽ 9 ടൈംസ് നമ്മൾ ഡിക്രീസ് ചെയ്യണം. കണ്ടോ, ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്നത്. ഡബിൾ ക്രോഷ്യ ഡിക്രീസ്, ഡബിൾ ക്രോഷ്യ ഡിക്രീസ്, അങ്ങനെ 9 ടൈംസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, യാൺ ടു മാസ്റ്റർ പീസ് ബൈ റോഷ്നി. ആ ഒരു ഇതിൽ മെസ്സേജ് ചെയ്താലും ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്ക് കുറച്ച് ഫൈബർ ഫില്ലിങ് എടുക്കാം. എന്നിട്ട് ഇത് നിറച്ച് കൊടുത്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 1, ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് നെക്സ്റ്റ് വൺ ഡിക്രീസ്, നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് നെക്സ്റ്റ് വൺ ഡിക്രീസ്. അങ്ങനെ 3 ടൈംസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് 7 ചെയിൻ 1. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഈ ഒരു ചെയിൻ സ്പേസിൽ, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവും. സിംഗിൾ ക്രോഷ്യ ആണെങ്കിൽ ഞാൻ ഓൾവേസ് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് ഇത് എവിടെ ഫിനിഷ് ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ വരും കേട്ടോ. നെക്സ്റ്റ് ഇൻക്രീസ് ആണ്. ടോട്ടൽ 6 ടൈംസ് ഇൻക്രീസ് ചെയ്യണം. സിംഗിൾ ക്രോഷ്യ 1 and 2, സെക്കൻഡ് വണ്ണിൽ അഗെയിൻ സിംഗിൾ ക്രോഷ്യ 1 and 2, തേർഡ് വണ്ണിൽ ഇൻക്രീസ്, ഫോർത്ത് വണ്ണിൽ ഇൻക്രീസ്, ഫിഫ്ത്ത് വണ്ണിൽ ഇൻക്രീസ് ആൻഡ് ലാസ്റ്റ് 6th വണ്ണിലും ഇൻക്രീസ്. നെക്സ്റ്റ് റൗണ്ട് 8 ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വൺ ഇൻക്രീസ്. അങ്ങനെ ടോട്ടൽ 6 ടൈംസ് ചെയ്തെടുക്കാം. 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് 1 ഇൻക്രീസ്. ഈ റൗണ്ട് ടോട്ടൽ 18 സ്റ്റിച്ചസ് ഉണ്ട് കേട്ടോ. 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് 1 ഇൻക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സെയിം സ്പേസിൽ 1 മോർ. അഗെയിൻ നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഇൻക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2 ആൻഡ് സിംഗിൾ ക്രോഷ്യ 3. നെക്സ്റ്റ് വണ്ണിലൊരു ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് 2. നെക്സ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ആൻഡ് 3. നെക്സ്റ്റ് വണ്ണിലൊരു ഇൻക്രീസ്.
ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം കേട്ടോ. 3 സിംഗിൾ ക്രോഷ്യ ദെൻ 1 ഇൻക്രീസ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 11. ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3 ആൻഡ് സിംഗിൾ ക്രോഷ്യ 4. നെക്സ്റ്റ് വണ്ണിലൊരു ഇൻക്രീസ് ആണ്. സെയിം സ്പേസിൽ തന്നെ 1 മോർ സിംഗിൾ ക്രോഷ്യ. ഈ ഒരു റൗണ്ട് ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. 3 ആൻഡ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിലൊരു ഇൻക്രീസ്. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് അഞ്ചിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 12. റൗണ്ട് 12 ഇൻക്രീസ് ഇല്ല. ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. അങ്ങനെ ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേഴ്സ് നമുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങനെ ഇവിടെ തൊട്ട് ഈ എൻഡ് വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ നമുക്ക് റൗണ്ട് 13 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 13 നമുക്കിതിൻ്റെ ബാക്ക് ലൂപ്പിൽ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മുന്നേ ചെയ്യാറുള്ള പോലെ 2 ലൂപ്സ് ഉണ്ടല്ലോ, ഇതിൽ 2 കൂടെ അല്ല, ഇതിൻ്റെ ഈ ഒരു ബാക്ക് പാർട്ടിൽ മാത്രം എടുത്ത് സിംഗിൾ ക്രോഷ്യേഴ്സ് ചെയ്യാം. ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേഴ്സ്. ഇൻക്രീസ് ഇല്ല ഈ റൗണ്ടിൽ. ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ എടുത്ത് പതുക്കെ ഓരോ സിംഗിൾ ക്രോഷ്യേഴ്സ് അങ്ങ് ചെയ്തു പോവാം. നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ എൻഡിൽ ഇതിലോട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അതിനാണ് നമ്മൾ ഒരു ലൂപ്പ് സ്കിപ്പ് ചെയ്യുന്നത്. ഇതേപോലെ ഈ ഒരു റൗണ്ട് ഫുൾ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 14, 15, 16 ആൻഡ് 17 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. നമ്മളിപ്പോൾ ചെയ്ത പോലെ ബാക്ക് ലൂപ്പ് അല്ല, നോർമൽ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 4 റൗണ്ട്സ് ഇതേപോലെ ചെയ്തെടുക്കാം. റൗണ്ട് 14, റൗണ്ട് 15, റൗണ്ട് 16 ആൻഡ് 17 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഓരോ റൗണ്ടിലും ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ 17th റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് 4 റൗണ്ട്സ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെയായിരുന്നു നമ്മൾ ബാക്ക് ലൂപ്പ് ചെയ്തത്. അതിനുശേഷം മുകളിലോട്ട് തയ്ച്ച് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ യാൺ കട്ട് ചെയ്യാം. നമ്മുടെ ബോഡി പാർട്ട് ഫിനിഷ്ഡായി. തൊട്ടപ്പുറത്തൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. എക്സ്ട്രാ വരുന്ന യാണൊക്കെ ഉള്ളിലോട്ട് കടത്തി ടൈറ്റൻ ചെയ്ത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വൈറ്റ് കളർ യാൺ എടുക്കാം. ഇതിൻ്റെ ഒരു ലാസ്റ്റ് റൗണ്ട് ഒരു ഫ്രില്ല് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് ലൂപ്പിൽ മാത്രം എടുത്ത് ചെയ്യാം. യാൺ കണക്ട് ചെയ്യുക. ബാക്ക് ലൂപ്പ് ഓൺലി കേട്ടോ. ചെയിൻ 2. ഇനി ഓരോ സ്റ്റിച്ചസിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു പോവാം. ബാക്ക് ലൂപ്പ് മാത്രം ഓൺലി 3 ഡബിൾ ക്രോഷ്യേസ്. അങ്ങനെ ഈ റൗണ്ട് ഫുൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ഒരു ഫ്രില്ല് പോലെ നല്ല ഭംഗിയുള്ളൊരു ഔട്ടർ കവറിങ് ആവും. ഓരോ സ്റ്റിച്ചസിലും 3 ഡബിൾ ക്രോഷ്യേസ് അങ്ങ് ചെയ്തു പോവാം. ബാക്ക് ലൂപ്പ് മാത്രം കേട്ടോ. ഫ്രണ്ട് ലൂപ്പ് നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ടോപ്പ് ഫിക്സ് ചെയ്യാനായിട്ട് വേണം. അതാണ് നമ്മൾ ബാക്ക് ലൂപ്പ് മാത്രം എടുത്ത് ചെയ്യുന്നത്. ഇവിടെ വരെ ചെയ്തെടുക്കാം. ഫുൾ ബാക്ക് ലൂപ്പ് മാത്രം 3 ഡബിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയിൻ 2ലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടും ഫിനിഷ്ഡായി. ഇനി നമുക്ക് നെക്സ്റ്റ് ഹോൾഡർ ചെയ്യാം.
നെക്സ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. മാജിക് സർക്കിൾ അല്ല കേട്ടോ, സ്ലിപ്പ് നോട്ട്. ചെയിൻ 10, ചെയിൻ 1 2 3 4 5 6 7 8 9 10 ചെയിൻസ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് സെക്കൻഡ് ചെയിനിലോട്ട് 1 സിംഗിൾ ക്രോഷ്യ, റിമൈനിങ് 8 സ്റ്റിച്ചസിലോട്ട് 1 സിംഗിൾ ക്രോഷ്യ, 1 ചെയ്തു. നെക്സ്റ്റ് 1 2 3 4 5 6 7 and 8. നമ്മളിപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 2 ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക, നമ്മുടെ വർക്ക് ടേൺ ചെയ്യുക. ഇനി ഇവിടെ നിങ്ങോട്ട് 9 സിംഗിൾ ക്രോഷ്യേഴ്സ് ചെയ്തു പോകാം. നെക്സ്റ്റ് റൗണ്ട് 2 3 and 4 സെയിം ആണ് കേട്ടോ. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. ടോട്ടൽ 9 സിംഗിൾ ക്രോഷ്യേഴ്സ് ഇൻ ഈച്ച് റൗണ്ട്. എയ്റ്റ് ആൻഡ് 9. അപ്പോൾ നമ്മുടെ വർക്ക് ഇങ്ങനെയായി. നെക്സ്റ്റ് റൗണ്ട് 3 അഗെയിൻ ചെയിൻ 1, നമ്മുടെ വർക്ക് ടേൺ ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 9 സിംഗിൾ ക്രോഷ്യ, 1 2 3 4 5 6 7 8 and 9. 1 more round ഉണ്ട്. റൗണ്ട് 4 അഗെയിൻ സെയിം തന്നെ ചെയിൻ 1 ചെയ്യാം. 9 സിംഗിൾ ക്രോഷ്യേഴ്സ് അഗെയിൻ ഇവിടെ നിന്ന് അറ്റം വരെ ചെയ്തു പോകാം. എയ്റ്റ് ആൻഡ് 9. ഇപ്പോൾ നമ്മുടെ വർക്ക് 4 റൗണ്ട്സ് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 5 ചെയ്യാനായിട്ട് നമ്മൾ ചെയിൻ 1 ചെയ്യുക, എന്നിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇങ്ങനെയും ടുഗദർ ആക്കിയിട്ട് ഇതിൻ്റെ ചുറ്റുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1. ഇനി ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ തൊട്ട് ഇവിടെ വരെ 9 സിംഗിൾ ക്രോഷ്യേഴ്സ് ചെയ്യാം. 1 സൈഡ് ഓൺലി കേട്ടോ. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഇപ്പുറത്തെ സൈഡ് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു സൈഡ് മാത്രം. 3 4 5 6 7 8 9 ചെയ്യാനായിട്ട് ഇത് രണ്ടും കൂട്ടി പിടിച്ചിട്ട് ഈ എൻഡും ഈ രണ്ടെണ്ണം, ഓക്കെ, ഈ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് നമ്മുടെ വർക്ക് ടേൺ ചെയ്യാം. ഇനി ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലോട്ട് റിമൈനിങ് സ്റ്റിച്ചസിൽ, അതായത് 8 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജുണ്ട്, യാൺ ടു മാസ്റ്റർ പീസ് ബൈ റോഷ്നി, അതിൽ മെസ്സേജ് അയച്ചാലും മതി. നമ്മളിപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ചെയിൻ 1 സ്പേസിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഇനി 1 മോർ റൗണ്ട് ഉണ്ട്. നെക്സ്റ്റ് റൗണ്ട് നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്ത് പോകണം കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. ചെയിൻ 1 ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് 1ൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് 1ൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ആൻഡ് സെയിം സ്പേസിൽ തന്നെ 1 മോർ ഡബിൾ ക്രോഷ്യ. നമ്മൾ ഫസ്റ്റ് 1ൽ സിംഗിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡ് 1ൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ആൻഡ് 1 ഡബിൾ ക്രോഷ്യ, തേർഡ് 1ൽ 1 ഡബിൾ ക്രോഷ്യ
ആൻഡ് 1 ട്രിപ്പിൾ ക്രോഷ്യ. ഞാൻ 2 പ്രാവശ്യം ചുറ്റിയെടുക്കുക. ഫസ്റ്റ് 2 ലൂപ്സിക്കോടെ കടത്തിയെടുത്തു. അഗെയിൻ നെക്സ്റ്റ് 2 ലൂപ്സിക്കോടെ, അഗെയിൻ ലാസ്റ്റ് 2 ലൂപ്സിക്കോടെ. അതാണ് ട്രിപ്പിൾ ക്രോഷ്യ. ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ മാത്രം, സെക്കൻഡ് വണ്ണിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ആൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് വണ്ണിൽ ഡബിൾ ക്രോഷ്യ ആൻഡ് ട്രിപ്പിൾ ക്രോഷ്യ. ഈ നെക്സ്റ്റ് 3 സ്റ്റിച്ചസിൽ ബാക്ക് ലൂപ്പ് ഓൺലി ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ 1, ട്രിപ്പിൾ ക്രോഷ്യ 2, നെക്സ്റ്റ് സ്റ്റിച്ചിൽ അഗെയിൻ ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ്, ട്രിപ്പിൾ ക്രോഷ്യ 1, ട്രിപ്പിൾ ക്രോഷ്യ 2. നമ്മൾ ടോട്ടൽ 2 ടൈംസ് ചെയ്തു. 1 മോർ ടൈം ചെയ്യണം. ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ്, ട്രിപ്പിൾ ക്രോഷ്യ 1 ആൻഡ് ട്രിപ്പിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ 1 ട്രിപ്പിൾ ക്രോഷ്യ ആൻഡ് 1 ഡബിൾ ക്രോഷ്യ. തെറ്റിപ്പോകരുത്. 1 ട്രിപ്പിളും 1 ഡബിളും. നെക്സ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷ്യ ആൻഡ് 1 ഹാഫ് ഡബിൾ ക്രോഷ്യ. ഓക്കെ. നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് ഫിനിഷ്ഡായി. നെക്സ്റ്റ് വണ്ണിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ആൻഡ് 1 ഡബിൾ ക്രോഷ്യ. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അത്രേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷ്യ ആൻഡ് 1 ട്രിപ്പിൾ ക്രോഷ്യ. നെക്സ്റ്റ് 3 ടൈംസ് ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ്. ട്രിപ്പിൾ ക്രോഷ്യ 1 ആൻഡ് ട്രിപ്പിൾ ക്രോഷ്യ 2. സെക്കൻഡ് വണ്ണിൽ അഗെയിൻ ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ്, തേർഡ് വണ്ണിൽ ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ്, നെക്സ്റ്റ് വണ്ണിൽ 1 ട്രിപ്പിൾ ക്രോഷ്യ ആൻഡ് 1 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷ്യ ആൻഡ് 1 ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ. നമുക്ക് ലാസ്റ്റ് ഈ ഒരു ചെയിൻ സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് ഇത്തിരി ഒരു ലെങ്ത്തിൽ ടെയിലിട്ടതിന് ശേഷം നമുക്ക് യാൺ കട്ട് ചെയ്യാം കേട്ടോ. നമുക്കിത് തുന്നാൻ വേണം. ചെയിൻ 1 ചെയ്ത് ഡിസ്കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ ബോഡി എടുക്കുക. നമുക്കിത് അറ്റാച്ച് ചെയ്യണം. ബോഡി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബാക്ക് ലൂപ്പ് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഈ ഒരു പാർട്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മുടെ നീഡിലെടുക്കാം. ഈ നീഡിലില്ലാത്തവർ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന നീഡിലെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഇതിലോട്ട് വയ്ക്കുക. ഈ ഒരു പാർട്ടും ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഫൈബർ ഫില്ലിങ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത്രയും പാർട്ട് സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്തു. ഇനി ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ഫൈബർ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അധികം ടൈറ്റായിട്ട് വേണ്ട കേട്ടോ. രണ്ട് സൈഡിലേക്കും കിടക്കാൻ പാകത്തിന് കുറച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ. ഇനി റിമൈനിങ് സ്റ്റിച്ചസും കൂടെ നമുക്ക് തുന്നി ഫിനിഷ് ചെയ്യാം.
ഫിനിഷ്ഡായി. ഇനി നമുക്കിത് സെക്യൂർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഹോൾഡർ കണക്റ്റഡായി. ഇങ്ങനെ എടുത്ത് ഒരു റിങ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിങ് ഹോൾഡറിൻ്റെ മെയിൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ക്യാപ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടോപ്പ്. ഇത് ഇതുമ്പോൾ കണക്ട് ചെയ്യണം. അഗെയിൻ നമ്മുടെ യാൺ എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 8 സ്റ്റിച്ചസ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫുള്ള് കവർ ചെയ്യരുത്, 8 സ്റ്റിച്ചസ് ഓൺലി. അതിനാണ് നമ്മൾ വൈറ്റ് പാർട്ട് ബാക്ക് ലൂപ്പിൽ മാത്രം ചെയ്തത്. ടു 3 4 5 6 7 and 8. ഇത്രയും ക്ലോസ് ചെയ്താൽ മതി. സെക്യൂർഡ് ആക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് വരുന്ന ടെയില് കട്ട് ചെയ്ത് കളയാം. ഈ പുറത്തോട്ട് നിൽക്കുന്ന യാണെല്ലാം ഉള്ളിലോട്ട് കടത്തി ടൈറ്റൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ റിംഗ് ഹോൾഡറിൻ്റെ മെയിൻ വർക്ക്സ് എല്ലാം തീർന്നു. ഇനി നമുക്കിത് കുറച്ച് ഫ്ലവർ വെച്ച് കൊടുക്കണം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇതിന് വേണ്ട ഫ്ലവേഴ്സും ലീവ്സും ഉണ്ടാക്കിയെടുത്തു. ഇതുണ്ടാക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വളരെ സിമ്പിളാണ്, 1 മിനിറ്റ് പോലും വേണ്ട ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ, അത്ര എളുപ്പമാണ്. ഇതേപോലെ ഞാൻ 7 ഫ്ലവേഴ്സാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിൻ്റെ മുകളിൽ ഗമ്മ് വെച്ച് അറ്റാച്ച് ചെയ്യാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ജസ്റ്റ് ഗ്ലൂ ഗൺ വെച്ച് കൊടുത്തു, ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ. അതാവുമ്പോൾ പെട്ടെന്ന് ഇതുമ്മ അറ്റാച്ച്ഡ് ആവും. മുകളിൽ 6 എണ്ണം വെച്ച് കൊടുത്തു. ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ്. നെക്സ്റ്റ് ഞാൻ ചെയിൻസ് ചെയ്തെടുത്തു. ജസ്റ്റ് 50 ചെയിൻ, ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. 50 ചെയിൻ 50. വേറെ ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ഓപ്പണിങ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കിതൊരു ബോ ടൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ 7th ഫ്ലവർ നമ്മൾ വെച്ച് കൊടുക്കുന്നത്.
ഈ ബോലോട്ട് 7th ഫ്ലവർ കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷായി. എല്ലാവർക്കും ഇതേപോലെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. See you in next video. Bye bye.